വിനോദ് സർ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ആ സംസാരത്തെ കുറിച്ച് പല വിധത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഒരൊറ്റ ചോദ്യം വിനോദ് സർ, എന്താണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് നൽകിയ സന്ദേശം? നീതു, അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് പറയണം. നമുക്കറിയാം, ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ ഒരു യുദ്ധം തുടങ്ങിയതിന്റെ തുടക്കം മുതൽ, അതായത് ഭീകരാക്രമണം നടന്നത് മുതൽ അതിനുശേഷം പലവട്ടം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കൈയും കാലും എടുത്തമാതിരി ഈ അപസ്മാരം വന്ന രോഗികൾ കൈയും കാലും അടിക്കത്തില്ലേ, അതുപോലെ കൈ ഇങ്ങനെ അടിക്കുക, കൈ പൊക്കുക. നിങ്ങൾ വീഡിയോയിൽ പോയി നോക്കിയാൽ കാണാം. പാക് പ്രധാനമന്ത്രിയുടെ സ്പീച്ച് എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയാൽ കാണാം. ഇങ്ങനത്തെ പല ആക്ഷൻ എന്ത് അയാൾ ചെയ്യണമെന്ന് അയാൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഒരുമാതിരി വെട്ടൽ വന്നതുപോലെയാണ്. അങ്ങനെ പലവട്ടം പറഞ്ഞു. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി സാധാരണഗതിയിൽ പലപ്പോഴും മീഡിയയ്ക്കൊക്കെ മുന്നിൽ പറയുമെങ്കിലും ഈ യുദ്ധം തുടങ്ങിയാൽ, ഈ പ്രശ്നം തുടങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യം പോലും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തില്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ്. മാത്രമല്ല, നമ്മുടെ വിദേശകാര്യ മന്ത്രിയോ ചില പറഞ്ഞുവെങ്കിലും നമ്മുടെ വിദേശകാര്യ മന്ത്രി ആയിക്കോട്ടെ, രാജ്നാഥ് സിംഗ് ആയിക്കോട്ടെ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിക്കോട്ടെ, അമിത്ഷാ ആയിക്കോട്ടെ, അവരാരും അങ്ങനെ വലിയൊരു പബ്ലിക് പ്രസ്താവന, വളരെ ചെറിയ സട്ടിലായിട്ടൊക്കെ ചിലത് പറയും. രാജ്യത്തോടൊന്നും ആരും ഒന്നും പറഞ്ഞില്ല. ഈ യുദ്ധമായിരുന്നല്ലോ. ഇപ്പം ആൾ അംഗീകരിച്ചാലും പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ അത് യുദ്ധമായിരുന്നു. 3 ദിവസത്തെ യുദ്ധം. അത് ചെയ്തതിന്റെ ഇടയ്ക്ക് പോലും ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ല. ഇനി എന്തായിരിക്കും പറയാത്തത്? പ്രധാനമായും നമ്മുടെ ആളുകളെ ഭയന്നിട്ടാണ്. അഥവാ പ്രധാനമന്ത്രി എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അത് ആ ക്രെഡിറ്റ് എല്ലാം എടുത്തുകൊണ്ട് പോണേ, സൈന്യത്തിന്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോണേ എന്നായിരിക്കും പിന്നെ വിളി. ബേസിക്കലി എന്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ആളുകൾക്ക് ഒരു രാജ്യത്തിനെ കുറിച്ചുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു അഭിമാനം അതൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് സംശയം. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ അംഗമായിട്ടുള്ള ഒരു വലിയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, വലിയ ആളുകളാണ്. അതിനകത്ത് ഇങ്ങനെ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ആരും ചെയ്തതെന്താണ്, ഇന്ത്യൻ സൈന്യം ചെയ്തതെന്താണെന്ന് ആരും പറയുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ സത്യമാണ്. അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അത് ചുമ്മാ പറയുന്നതാണ്, അത് മീഡിയാസ് പറയുന്നതാണ്. ഇത് പറയാൻ എല്ലാവർക്കും വലിയ വായാണ്. അപ്പൊ ഒരു വലിയ ചേട്ടൻ അവിടുത്തെ സ്ഥലത്തെ പ്രധാന ദീപന് ഒരു കാര്യം പറഞ്ഞു. അതായത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പാട്രിയോട്ടിസവും നാഷണലിസവും, പാട്രിയോട്ടിസ്റ്റ് ആരാണ്, അല്ല ഒരു പാട്രിയോട്ടിസ്റ്റ് ആരാണ്, നാഷണലിസ്റ്റ് ആരാണ് എന്നതിന്റെ നിർവചനമൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ അത് മലയാളത്തിൽ പറഞ്ഞ രാജ്യത്തിനകത്ത് കിടക്കുന്നവനും രാജ്യമകത്ത് കിടക്കുന്നവനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. നീതു, രാജ്യത്തിനകത്ത് കിടക്കുന്നവനും രാജ്യം അകത്ത് കിടക്കുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ രാജ്യം അകത്ത് കിടക്കുന്നവനാണ്, എൻ്റെ ഉള്ളിൽ ഇന്ത്യ ഉണ്ട്. അപ്പൊ എനിക്കത് പറയുമ്പോൾ വികാരം വരും. ആ വികാരമാണ് ഇന്നലെ മോദി കാണിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. ഇന്നലെ നിങ്ങൾ ആരെങ്കിലും മോദിയുടെ സ്പീച്ച് കേട്ടിട്ടില്ലെങ്കിൽ, അപ്പൊ അതിനിടയിൽ വേറൊരാൾ ചോദിച്ചു എന്താ മോഡി അപ്പൊ പറഞ്ഞത്? അതിനകത്ത് ഞാൻ എന്തെങ്കിലും ഒരു 4 വാക്ക് എഴുതിയാൽ ഞാൻ മോഡി പറഞ്ഞതാവും. അപ്പൊ ഞാൻ പറഞ്ഞു, മോദി പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ എനിക്ക് മോദി പറഞ്ഞതിന്റെ കൺവേ എന്റെ 100-1 പോലും ഞാൻ എഴുതി കൺവേ ചെയ്യാൻ പറ്റും. അത് കേൾക്കണം. ഞാൻ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു പാനൽ ഡിസ്കഷന്റെ ENT ഗ്രൂപ്പിന്റെ ഒരു പാനൽ ഡിസ്കഷന്റെ മീറ്റിംഗ് 8 മണിക്ക് വെച്ചിരുന്നത് ബോധപൂർവ്വം 9 മണിക്ക് എല്ലാവരുടെയും പെർമിഷനോടുകൂടി 9 മണിക്ക് മാറ്റി. എന്ന് വെച്ചാൽ ഇതെനിക്ക് നേരിട്ട് കേൾക്കണം. ആ കേൾക്കുമ്പോഴേ നമുക്കത് വരുള്ളൂ. അതെനിക്ക് വന്നു എന്നുള്ളതാണ്. ഒരു രാജ്യത്തിന്റെ ആത്മാവ് കുലുങ്ങുമ്പോൾ, അതല്ലെങ്കിൽ അതിനെ മറ്റൊരുവൻ പിടിച്ചു കുലുക്കുമ്പോൾ, നമ്മുടെ ആ രാജ്യത്തിന്റെ ദൃഢനിശ്ചയം ഉരുക്കായി മാറുന്നതിന്റെ കാഴ്ചയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് എന്റെ രാജ്യം, ഇന്ത്യ എന്നുള്ളത് എന്റെ അകത്ത് കിടക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ അപ്പൊ നമ്മൾ പ്രതികരിച്ചത്, ആ ഉരുക്ക് പ്രതികരണം എന്ന് പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. അതൊരു ദൗത്യം മാത്രമല്ല, അത് ഒരു ലോകത്തിന്, പാകിസ്ഥാനുള്ളതല്ല, ലോകത്തിന് മൊത്തമുള്ള ഒരു സന്ദേശമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ. അതിനെക്കുറിച്ചാണ് ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹം തുടങ്ങിയത് തന്നെ നമ്മുടെ ധീരന്മാരായ സേനകളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു പറഞ്ഞിട്ടാണ്. ഈ വീര്യം ഓരോ അമ്മയ്ക്കും, ഓരോ സഹോദരിക്കും, ഓരോ മകൾക്കും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ അദ്ദേഹം ആദ്യം എന്താണ് ഇന്ത്യൻ സൈന്യത്തിന് പറഞ്ഞു,
ഇന്ത്യൻ ഇന്റലിജൻസിന് പറഞ്ഞു, ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് പറഞ്ഞു. ശക്തമായ ആദരം, രാജ്യത്തിന്റെ ആദരം, രാജ്യത്തിന്റെ സല്യൂട്ട്. ഈ പഹൽഗാമില് അദ്ദേഹം പറഞ്ഞത്, ഈ പഹൽഗാമില് മതത്തിന്റെ പേരിൽ നടന്ന ഭീകരമായ ആക്രമണത്തിന് ഇതൊരു മിലിറ്ററി പ്രതികരണമല്ല, ഒരു വികാരപരമായ പ്രതികരണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നതെന്നാണ്. അതിന് രാജ്യത്തിന്റെ ഐക്യവും നന്ദിയുടെയും പ്രതീകമായ ഒരു സംസാരമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഈ അദ്ദേഹം പറഞ്ഞത് എന്തറിയോ, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അതൊരു വെറും ഒരു പേരല്ല. നമ്മുടെ നീതിയോടും നമ്മുടെ ഇമോഷൻസിനോടും നമ്മുടെ അപാരമായ അചഞ്ചലമായ പ്രതിബദ്ധത. അദ്ദേഹം പറഞ്ഞത് ഹിന്ദിയിലാണ്, ഞാൻ അതിന്റെ കഴിയുന്നത്ര മലയാള വാക്കുകൾ ഉപയോഗിച്ച് അത് പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നീതിയോടുള്ള നമ്മുടെ ഈ അപാരമായ അചഞ്ചലമായ പ്രതിബദ്ധതയാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഭീകരക്കെതിരെ ഒരു പ്രതീകാത്മകവും തന്ത്രപരവുമായ ഒരു ആക്രമണമായിരുന്നത്. പ്രതീകാത്മകവുമാണ്, തന്ത്രം, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബഹവൽപൂരിലും മുറിൻകയിലും ഒക്കെ അദ്ദേഹം പറഞ്ഞത് ആഗോള ഭീകരതയുടെ നഴ്സറി മാത്രമല്ല, അത് യൂണിവേഴ്സിറ്റി ആണെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് പുറപ്പെട്ട ഈ പഠിച്ചിറങ്ങിയ ആളുകളാണ് അമേരിക്കയിലെ 9/11-ലും ലണ്ടനിലെ ട്യൂബ് റെയിൽവേ, അതായത് അവരുടെ അണ്ടർഗ്രൗണ്ട് മെട്രോ റെയിൽവേയിലും ഇന്ത്യയിലും ഇത്രയും നാള് അഴിഞ്ഞാടിയത്. ഇവര് പഠിച്ചത് നഴ്സറി മുതൽ യൂണിവേഴ്സിറ്റി വരെ പഠിച്ച സ്ഥലങ്ങളാണ് നമ്മൾ തകർത്തത്. അത് ആർക്ക് വേണ്ടിയാ തകർത്തേ? ലോകത്തിന് വേണ്ടിയാണ് തകർത്തത്. അതുകൊണ്ട് ഇന്നലത്തെ ആ സന്ദേശം എന്ന് പറയുന്നത് ലോകത്തോടുള്ള സന്ദേശമാണ്. 100-ലധികം ഭീകരന്മാരെ അവിടുന്ന് നമ്മൾ പറഞ്ഞയച്ചു എന്നുള്ളതാണ്. ഇത് എപ്പോഴത്തെ കടമെന്നറിയോ? 10 വർഷമായിട്ടുള്ള കടമാണ് തീർത്തത്. അല്ലാതെ ഇത് പഹൽഗാമിലെ ആക്രമണത്തിനുള്ളവന്മാരെ മാത്രമല്ല, അല്ലെ അതിന്റെ ആളുടെ മാത്രമല്ല ചെയ്തത്. 10 വർഷമായിട്ട് കാത്തു വച്ചിരുന്ന കടം മുതലും പലിശയും കൂടെ ചേർത്ത് തൽക്കാലം കൊടുത്തു തീർത്തു. ചിലപ്പോൾ അടുത്ത ഗഡു വരും, അത് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോ വരുമെന്ന്. അപ്പൊ എല്ലാ തീവ്രവാദികളും, എല്ലാ ഭീകര സംഘടനകളും നമ്മുടെ അതായത് അങ്ങനെ നമ്മുടെ സ്ത്രീകളുടെ സിന്ദൂരം തുടച്ചു നീക്കുന്നതിന് ശ്രമിച്ച എല്ലാ തീവ്രവാദികൾക്കും എല്ലാ ഭീകര സംഘടനകൾക്കുമുള്ള അനന്തര ഫലമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കാൻ പറ്റുന്നത്. അത് നമ്മുടെ വൈകാരികമായ ശക്തി, ഇപ്പൊ നമുക്കൊരു ഇമോഷനാണെന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു വൈകാരികമായ ശക്തിയും ഈ സിന്ദൂരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാംസ്കാരികമായ ശക്തിയും കൂടെ അതിനകത്തുണ്ട്. അതായത് സിന്ദൂരം എന്ന് പറയുന്നത് ഹിന്ദു സ്ത്രീ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മാച്ചു കളയുന്ന, ഇടാതിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ വൈകാരികതയുണ്ട്, അതിനകത്ത് നമ്മുടെ സാംസ്കാരികതയുണ്ട്. ഇതിനെ എതിർക്കാൻ ഇപ്പൊ അമേരിക്കയല്ല, ലോകത്ത് ആര് വിചാരിച്ചാൽ ഇത്ര തന്റെ ഇടമുള്ള ഒരു സർക്കാരും കൂടെ നിൽക്കുന്ന ജനങ്ങളും അതിനിപ്പോ എത്ര സൈന്യവും ഉണ്ടെങ്കിൽ ഒരു ചുക്ക് സംഭവിക്കില്ല എന്നുള്ളത് ഇന്നിപ്പോ ലോകത്തെ മനസ്സിലായി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ശബ്ദം. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ കൃത്യത, നമ്മുടെ ശക്തി, അതാണ് ഇന്ത്യയുടെ ന്യൂ നോർമൽ. കൃത്യത, ശക്തി. അതായത് പാകിസ്ഥാന്റെ ഛാത്തേപ്പന്മാരെന്നാണ്, അതായത് ഹൃദയഭാഗത്താണ് നമ്മൾ അടിച്ചത്. അവരുടെ അവരുടെ തലസ്ഥാനത്ത് കറാച്ചി ഇപ്പൊ പുതുതായിട്ട് ഇന്നലെ പറഞ്ഞാണ്, കറാച്ചിയിൽ, ഇസ്ലാമാബാദിൽ അവരുടെ 12ഓ 13ഓ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു 12ഓ 13ഓ അവരുടെ ഈ സൈനിക വ്യോമ താവളങ്ങളുണ്ട്. അതിനകത്ത് ഏകദേശം 12 എണ്ണവും അടിച്ച് നിരപ്പാക്കി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യ മുന്നോട്ട് പോകും, കാത്തിരിക്കില്ല. ആ സമയവും സന്ദർഭവും രീതിയും മാത്രമേ നമ്മൾ തീരുമാനിക്കുള്ളൂ എന്നുള്ളതാണ്. അത് സൈന്യത്തിന് വിട്ടുകൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഈ സൈനിക താവളങ്ങൾ, ഭീകര പരിശീലന കേന്ദ്രങ്ങൾ എല്ലാം നമ്മൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി ആണ് ലക്ഷ്യം വെച്ചത്. ഇന്ത്യയുടെ മിസൈലുകളും ഇന്ത്യയുടെ ഡ്രോണുകളും മെയ്ഡ് ഇൻ ഇന്ത്യയെ കുറിച്ച് മാത്രം പറഞ്ഞു. ഇത്ര നല്ല, ഇതിനേക്കാളും നല്ലൊരു പരസ്യം മേക്ക് ഇൻ ഇന്ത്യക്ക് ഇല്ല. അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇനിയിപ്പോ മെയ്ഡ് ഇൻ ഇന്ത്യ 99.9%. നമ്മൾ വിചാരിക്കും റഷ്യയുടെ S-400 ഈ വേറെ പല സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തകർത്തത്. തെറ്റാണ്. അതൊക്കെ സ്റ്റാൻഡ് ബൈ ആണ്. അദ്ദേഹം പറഞ്ഞു, മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഏറ്റവും അവസാനത്തെ പ്രതിരോധമാണ് ഈ S-400 ഒക്കെ. അല്ലാതെ ഈ പറന്നു വരുന്ന കൊതുകിനെ അടിക്കാൻ വേണ്ടി ഈ S-400 ഒന്നും ആവശ്യമില്ല. ഈ ഡ്രോൺ എന്ന് പറയുന്ന തമാശയ്ക്ക് വേണ്ടി. അപ്പൊ ചൈനയുടെയും ടർക്കിയുടെയും എല്ലാ സംവിധാനങ്ങളും അടിച്ചു തകർത്ത കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ ഇനി ഒഴികഴിവുകളില്ല, നമ്മുടെ തന്ത്രങ്ങൾ പുനർ നിർവചിക്കപ്പെടുകയാണെന്നാണ് പറഞ്ഞത്. അതായത് ഭീകരതയെ പിന്തുണയ്ക്കുന്ന സർക്കാരിനും
ഭീകരതയുടെ സൂത്രധാരന്മാരെയും തമ്മിൽ നമ്മൾ വേർതിരിക്കില്ല എന്നുള്ളതാണ്. അതായത് ഭീകരരെ അതിനെ പുറകെ ഇരുന്ന് ആസൂത്രണം ചെയ്യുന്ന, അത് പറഞ്ഞു വിടുന്നവരെയും പഠിപ്പിച്ചു വിടുന്നവരെയും അവരെ പിന്തുണയ്ക്കുന്ന സർക്കാരും തമ്മിൽ നമുക്കിനി വേർതിരിവില്ല. അടുത്ത തവണ അടിക്കുമ്പോൾ അവനെ അടിക്കും, ഈ പറഞ്ഞു വിട്ടവനെ അടിക്കും എന്നുള്ളതൊക്കെ വലിയ ശക്തമായ മെസ്സേജാണ്. അത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ അത് പോയി കേൾക്കണം. ദൂരദർശന്റെ DD ദൂരദർശനിൽ പോയി സെർച്ച് ചെയ്താൽ അത് കിട്ടും. മറ്റേ ഈ നമ്മുടെ ചാനലുകളിലൊക്കെ മൊത്തം പരസ്യമായിട്ട് ഈ മലയാള ചാനലുകൾ ഞാൻ ഇന്നലെ 1-2 കണ്ടു. മോദി, അതായത് ആ സ്ക്രീനിന്റെ മോദി ഒരു നടുക്കൊരു ചെറിയ വട്ടം, മോദിയുടെ തല മാത്രം, ആ മോദിയുടെ മൊത്തം സ്വരൂപം കാണണമായിരുന്നു അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ. ഇത് മോദിയുടെ തല മാത്രമാണ്, ബാക്കി മൊത്തം പരസ്യമായിരുന്നു. വെച്ചാൽ ഇന്നലെ മോദി പ്രസംഗിക്കുന്നത് കാണാൻ നേരത്തെ ആളുകൾ കൂടുമെന്നും അത് പരസ്യം വിറ്റ് വിൽക്കാമെന്ന് നമ്മുടെ മലയാള മാധ്യമങ്ങൾ വിചാരിച്ചു. മലയാള മാധ്യമമല്ല, ഇംഗ്ലീഷ് ചാനലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് വിറ്റ് പരസ്യമാക്കി. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ അകത്ത് കിടക്കണം, എന്നാൽ മാത്രമേ ഇത് വ്യത്യാസം വരുള്ളൂ. അപ്പോ നമ്മുടെ സൈന്യത്തിനെ അതിനെ ഏൽപ്പിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം പ്രധാനം പറഞ്ഞു. മാത്രമല്ല അടുത്ത അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്ത്യയുടെ അചഞ്ചലമായ 3 നിലപാടുകൾ എണ്ണി പറഞ്ഞു. ഭീകരതയും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങൾ കൊണ്ടുപോകില്ല. ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് കൊണ്ടുപോകില്ല. വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല. ഈ വെള്ളവും രക്തവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം വേണം, ഇല്ലെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുക്കും എന്നാണ് പറഞ്ഞത്. അതാണ് ഈ മോദി പറഞ്ഞത്, വെള്ളവും രക്തവും ഇനി അങ്ങോട്ട് ഒരുമിച്ച് ഒഴുകാൻ പോകുന്നില്ല. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായ ശബ്ദം. അത് വളരെ ലളിതമായ ഭാഷയിൽ, ശക്തമായ ഭാഷയിൽ പറഞ്ഞു. ഇത് ചർച്ചയ്ക്ക്, അതായത് നോൺ നെഗോഷ്യബിൾ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കാര്യമൊന്നും ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യാനില്ല. ചർച്ച ചെയ്യാനുള്ള ആകെ 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, ഈ ഭീകരത എപ്പം നിർത്തും അത് അറിയണം. ഭീകരരെ പറ്റി ചർച്ച ചെയ്യും. പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിനെ പറ്റി ചർച്ച ചെയ്യും. ഇതാണ് ന്യൂ നോർമൽ, അതാണ് ന്യൂ ഇന്ത്യ. ഈ പാകിസ്ഥാൻ ചർച്ച ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിർത്തേണ്ടത് ഭീകരവിരുദ്ധ പരിപാടികൾ നിർത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇന്ത്യയുടെ നിബന്ധനകൾ വളരെ വളരെ വ്യക്തമാണ്. അതിനകത്ത് POKയും ഭീകരതയും മാത്രമേ ഉള്ളൂ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഈ സമാധാനത്തിന്റെ പാതയും, അത് ബുദ്ധപൂർണിമ ദിവസമാണ് ഇന്നലെ. അപ്പൊ അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞു, ബുദ്ധൻ സമാധാനമാണ് പറഞ്ഞത്. പക്ഷെ സമാധാനം വേണമെങ്കിൽ ശക്തിയും കൂടെ വേണം, അധികാരവും കൂടെ വേണം, പവറും കൂടെ വേണം. ഈ പവറും അധികാരവും ശക്തിയും ഒന്നും ഇല്ലാത്തടത്ത് സമാധാനം വിലപ്പോവില്ല എന്നുള്ളതാണ്. അപ്പൊ ശക്തിയിലൂടെ സമാധാനം, അതാണ് ഇന്ത്യയുടെ പുതിയ ന്യൂ നോർമൽ. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഇന്ത്യയുടെ ശബ്ദമാണ്. നമ്മൾ എപ്പോഴും പീസ്, ഇതിലൊന്നും ഒരു കാര്യമില്ല. ഈ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് പറയും. അപ്പൊ സാങ്കേതിക വിദ്യ, രാജ്യത്തിന്റെ ഐക്യം, ധാർമ്മികമായ വ്യക്തത, ഇത് 3ഉം കൂട്ടിക്കലർത്തിയുള്ള ചാർത്തലായിരുന്നു ഈ സിന്ദൂരം, ഓപ്പറേഷൻ സിന്ദൂരം. അദ്ദേഹം അവസാനം ഒരിക്കൽ കൂടി ഓരോ രാജ്യത്തിന്റെയും ഓരോ ഇന്ത്യക്കാരന്റെയും ധൈര്യത്തിന്റെ മുന്നിൽ ഞാൻ നമിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ രാജ്യം ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന്റെ പുറകെ നിന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര ധീരമായ തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഭാരത് മാതാ കി ജയ് 3 പ്രാവശ്യം വിളിച്ചിട്ട് അദ്ദേഹം അവസാനിപ്പിച്ചു. ഇത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള ഊളം പ്രസംഗങ്ങൾ പോലെയല്ല. മോദി പോലും ഇത്ര ശക്തമായിട്ട് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. അത് ലൈവായിട്ട് കണ്ടതിൽ ഞാൻ ധന്യനായി, എന്റെ രോമം എണീറ്റ് വന്നു എന്നുള്ളതാണ്. നിങ്ങൾ പോയി കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. അത് പത്രത്തിൽ വായിച്ചിട്ടോ ചാനലിൽ അത് എന്താണ് പറഞ്ഞതെന്ന് കേട്ടിട്ടോ ഞാൻ പറഞ്ഞത് കേട്ടിട്ടൊന്നും നിങ്ങൾക്ക് ഒരു ഇത് അതിനകത്ത് ഉണ്ടാകാൻ പോകണ്ട. അത് പോയി കണ്ടില്ലെങ്കിൽ ഇപ്പൊ ഇന്ന് യൂട്യൂബിലൊക്കെ അത് ലഭ്യമാണ്. അതാണ് നീതു എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതാണ് ഒരു ഇന്ത്യ അകത്ത് കിടക്കുന്ന ഒരുത്തന്റെ വികാരം. Yes, exactly what Modi meant that you said it, Vinod sir. രാജ്യം അകത്ത് കിടക്കുന്നവനും രാജ്യത്തിനകത്ത് കിടക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥത്തിൽ അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. വ്യക്തമാണ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.